ഹലോ, വെൽക്കം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എല്ലായിടത്തിനെയും കൂടെ വാരിക്കൂട്ടിക്കൊണ്ട് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. വൈകുന്നേരം മുതൽ ഒരുങ്ങിയിരിക്കുന്ന മോനും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവൻ മുഷിഞ്ഞു സത്യം പറഞ്ഞാൽ. എന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ അവളെ കാത്തിരിക്കണം. ഇതിപ്പോൾ കാത്തുവെപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ. ഞങ്ങൾ കുറേ നേരം പോസൊക്കെ ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് എന്തായാലും അവൾ എത്തിയിട്ടുണ്ട്. അവൾ വീഡിയോ എടുക്കുന്നത് അറിയാതെ ഞാൻ വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞ് അടുത്തെത്തുമ്പോൾ അവൾ അറിയുന്നുണ്ട്, ഒളിച്ചിരിക്കും. അത് അവളുടെ സ്ഥിരം പരിപാടിയാണ്. എൻ്റെ വീഡിയോ പിച്ചാണല്ലോ അവൾക്ക്. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു. ഏതാണ്ട് വൈകുന്നേരം മുതൽ എതുകൂട്ട് ഒരുങ്ങിയിരിക്കുമോ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞു. ഉത്സവമായതുകൊണ്ട് ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് പോകുന്നത് കേട്ടോ. ഞങ്ങളെന്തായാലും അമ്പലത്തിലോട്ട് പോവുക. കണ്ടോ, റോഡ് മൊത്തം അലങ്കരിച്ചേക്കുക. നല്ല ഭംഗിയുണ്ട് കാണാൻ. താട്ട കത്തുവാണ്. അവിടെ എത്തി. എന്തായാലും എല്ലാം അലങ്കരിച്ച് വെച്ചേക്കുക. നല്ല രസമുണ്ട്. അമ്പലം എത്തി തൊഴുത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ക്ഷീണമായി, ദാഹമായി. ഞങ്ങൾ കട കണ്ടപ്പോൾ ഞങ്ങൾക്ക് ദാഹിക്കും. നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് മോക്ക് വേണ്ടാന്ന് പറഞ്ഞു. അവൾ പക്ഷെ നോക്കിയിരുന്നതേ ഉള്ളൂ. എനിക്കും മോനും ദാഹിച്ചു. ഞങ്ങൾ കുടിച്ചു. അത് കഴിഞ്ഞ് അവന് മുട്ടായിക്ക് വേണ്ടിയിട്ടുള്ള അടികൂടലായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി മുട്ടായി അവൻ പറയുക, ജീവിതത്തിൽ ഒരിക്കലും ഇനി ചോദിക്കത്തില്ല അമ്മ, ഈ ഒരു വട്ടം മാത്രം വാങ്ങിച്ചതാ അമ്മയെന്ന്. അവനൊരു മുട്ടായി കുതിയനാണ് ഗൈസ്. എപ്പോഴും ഇത് തന്നെയാണ് ഞങ്ങളെ പറ്റിക്കാറുള്ളത്. മുട്ടായും കൈ കിട്ടിക്കഴിഞ്ഞിട്ട് അവന് 100 സംശയങ്ങളുണ്ട്. അത് തീരണം. സംശയങ്ങളുണ്ട്. ഈ റോഡിൽ പോകുന്നവരൊന്നും കയറാത്ത എന്താണെന്ന് അവൻ ചോദിക്കുന്നത്. സത്യത്തിൽ അവൻ്റെ സംശയം ന്യായമാണ്. വെള്ളം കട കണ്ട ദാഹം വരുന്നത് നമുക്ക് മാത്രം ആടാതെ ഞാൻ അവനോട് പറയുക. ഇനിയും അവിടെ നിന്ന് വലിയ വലിയ സംശയങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള പൈസയും ഞാൻ ചിലവാക്കണമെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലോട്ടിങ്ങ് പോരുന്നു. പേടകം വീട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട് ഗൈസ്. സ്ലോ മോഷൻ ഇട്ട് തരാൻ പറഞ്ഞതാ അവൾ. ശരിയായിട്ടില്ലല്ലേ. ക്യാമറ തിരിച്ചുപിടിച്ച് ആൾ വിളിച്ചപ്പോഴത്തേക്ക് അവൾ ഓടിക്കളഞ്ഞു. എന്തായാലും കാലൊക്കെ കഴുകി അകത്ത് കയറി. OCD ഉള്ള ചേട്ടനാ. ചെവിയിൽ പഞ്ഞി വയ്ക്കുന്നതിനേക്കാൾ നല്ലത് കല കഴുകുന്നതാ. അപ്പോഴേക്കും രാത്രി സഞ്ചാരി ഇതാ പോകുന്നു. ചേട്ടൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഇനി നമുക്ക് എതൂട്ടനുമായിട്ടുള്ള ഗുസ്തിയാണ് ഇവിടെ നടക്കുന്നത്. എതൂട്ടൻ കണ്ടോ വഴക്കിടുന്നത്. ചോറ് കൊടുക്കുന്നതിനാ. ചോറ് തിന്നാൻ വലിയ മടിയാണ്. ഇനി അവൻ IAS പഠിക്കാൻ കുറച്ചുണ്ട്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് വേണം അവനിന് കിടന്നുറങ്ങാൻ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. See you.